ഇന്നലെ വൈകിട്ടാണ് കോട്ടക്കൽ സ്വദേശികളായ ദമ്പതികളുടെ 1 വയസ്സുകാരൻ കുഞ്ഞ് മരിക്കുന്നത്. പിന്നാലെ ചില സംശയങ്ങൾ ആരോഗ്യവകുപ്പ് ഉയർത്തി. അതായത് ഈ കുഞ്ഞിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചിരുന്നു. അതിന് പര്യാപ്തമായ ചികിത്സ ലഭിച്ചിരുന്നോ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ സംശയം. അതിനുള്ള കാരണം ഈ കുഞ്ഞിൻ്റെ അമ്മ ഇത്തരത്തിൽ അശാസ്ത്രീയമായ ചികിത്സാ രീതിയും വീട്ടിലെ പ്രസവത്തെ ഉൾപ്പെടെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംശയം ഉയർന്നത്. അപ്പോൾ അതിൽ വ്യക്തത വരുത്താൻ കൂടിയാണ് ആരോഗ്യവകുപ്പ് അധികൃതരെത്തി യുവതിയുടെ ഉൾപ്പെടെ വിവരങ്ങൾ തേടിയത്. മരിച്ചിട്ടാണ് അവരറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോലെ വീട് പടിയാണ്, അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ, അങ്ങനെ ഇങ്ങോട്ട് വന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബന്ധുക്കളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അവർ പറഞ്ഞു പാല് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം മരിച്ചു എന്നാണ് പറഞ്ഞത്. അസുഖമൊന്നും ഇല്ലായിരുന്നാണ് പറഞ്ഞത്, പെട്ടെന്നാന്നല്ലേ പറയണത്. ചികിത്സേൻ്റെ ആവശ്യം വന്നില്ല. അലോപ്പതി ഡോക്ടറാണെന്നാണ് പറഞ്ഞത്, അൽമാസിലെ ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. കൊട്ടക്കിലാണല്ലോ അവർ താമസിച്ചിരുന്നത്. ഞങ്ങൾക്ക് സംശയങ്ങളൊന്നും അങ്ങനെ പറയാൻ ആയില്ലല്ലോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഇവരോടല്ലേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ അറിയിച്ചാൽ ആരോഗ്യവകുപ്പിൻ്റെ ഞങ്ങൾ ജില്ലയിലേക്ക് അറിയിക്കും. ഈ കുട്ടിയുടെ പിതാവിൻ്റെ മൊഴി കാടാമ്പുഴ പോലീസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക മൊഴിയാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി ആവശ്യമെങ്കിൽ അതിലേക്ക് കടത്തി വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായൊരു വ്യക്തത ഈ സംഭവത്തിൽ എന്താണ് നടന്നത് എന്ന് അറിയണം എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പും പോലീസും ഒക്കെ വ്യക്തമാക്കുന്നത്.